ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ന് പരാക്രം ദിവസ്. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചരിത്ര മുഹൂർത്തമെന്ന് പ്രധാനമന്ത്രി. രാമക്ഷേത്രത്തിൽ ഇന്നു മുതൽ പൊതുജനങ്ങൾക്ക് ദർശനം. സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗത്തെക്കുറിച്ച് കുട്ടികൾ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 2024 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരങ്ങൾ രാഷ്ട്രപതി സമ്മാനിച്ചു. കേന്ദ്ര വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്ര കേരളത്തിൽ പര്യടനം തുടരുന്നു. കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സ്പോർട്സ് സമ്മിറ്റിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ 1 കോടി ഭവനങ്ങളുടെ മേൽക്കൂരയിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്ന പ്രധാനമന്ത്രി സൂര്യോദയ യോജനയ്ക്ക് തുടക്കമിടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വൈദ്യുതി നിരക്ക് കുറയ്ക്കുന്നതിനൊപ്പം രാജ്യത്തെ ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും പദ്ധതി സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാഷ്ട്രം ഇന്ന് പരാക്രം ദിവസായി ആചരിക്കുന്നു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീരദേശാഭിമാനികളുടെ സ്മരണാർത്ഥം 2021 മുതലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മവാർഷികം പരാക്രം ദിവസായി ആചരിക്കുന്നത്. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ ഇന്ന് വൈകിട്ട് നടക്കുന്ന പരാക്രം ദിവസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. നാളെ മുതൽ ഈ മാസം 31 വരെ നീളുന്ന ഭാരത് പർവിനും ശ്രീ മോദി ചടങ്ങിൽ തുടക്കമിടും. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചരിത്രപരമായ മുഹൂർത്തമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത് മാനുഷിക മൂല്യങ്ങളുടെയും ദർശനങ്ങളുടെയും പ്രാണപ്രതിഷ്ഠയാണെന്നും ഈ നിമിഷം എല്ലാ കാലവും ഓർമ്മിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാണപ്രതിഷ്ഠയ്ക്ക് സാക്ഷ്യം വഹിക്കാനായത് ഈശ്വരാനുഗ്രഹമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാമക്ഷേത്രം ഇന്ത്യയുടെ വികസനത്തിനും ഉയർച്ചയ്ക്കും സാക്ഷ്യം വഹിക്കും. ഈ സന്ദർഭം ആഘോഷത്തിന്റെ നിമിഷം മാത്രമല്ല, ഇന്ത്യൻ സമൂഹത്തിന്റെ പക്വത തിരിച്ചറിയുന്ന നിമിഷം കൂടിയാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം രാമക്ഷേത്രം ഇന്നു മുതൽ പൊതുജനങ്ങൾക്ക് ദർശനത്തിനായി തുറക്കും. ഇന്നലെ ക്ഷണിക്കപ്പെട്ട സന്യാസിമാർക്കും പ്രശസ്ത വ്യക്തികൾക്കും മാത്രമാണ് ദർശനം ഉണ്ടായിരുന്നത്. വിശദാംശങ്ങളിലേക്ക്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം ഇന്നലെ അയോധ്യയിൽ ദീപോത്സവം ആചരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ രാമജ്യോതി തെളിയിച്ചു. പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരം രാജ്യത്തുടനീളം വീടുകളിൽ സന്ധ്യാസമയത്ത് മൺചിരാതുകൾ തെളിയിച്ചു. അയോധ്യ ക്ഷേത്രത്തിൽ ഇന്നു മുതൽ ഭക്തർക്ക് ബുദ്ധിമുട്ടില്ലാതെ ദർശനം നടത്താൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മൈസൂരിൽ നിന്നുള്ള ശില്പി അരുൺ യോഗിരാജാണ് 51 ഇഞ്ച് ഉയരമുള്ള വിഗ്രഹം നിർമ്മിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത്. ക്ഷേത്ര ശ്രീകോവിലിൽ രാംലല്ല വിഗ്രഹം പ്രധാനമന്ത്രി അനാവരണം ചെയ്തു. പുതിയതായി പണിതീർത്ത ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് 12:20 12:30 ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് രാംലല്ല വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. മതനേതാക്കളും ആത്മീയ ആചാര്യന്മാരും ചടങ്ങിൽ പങ്കെടുത്തു. വ്യവസായ പ്രമുഖരും ചലച്ചിത്ര കായിക താരപ്രമുഖരും ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതിനായി അയോധ്യയിലെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ നടന്നു. തിരുവനന്തപുരം വഴുതക്കാട് രമാദേവി ക്ഷേത്രത്തിലെ ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുത്തു. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ അഭിമാന മുഹൂർത്തമാണെന്നും എല്ലാവരെയും ചേർത്തുപിടിക്കുന്ന സംസ്കാരമാണ് ഭാരതത്തിനുള്ളതെന്നും ഗവർണർ പറഞ്ഞു. പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെയുള്ള പ്രമുഖ ആരാധനാലയങ്ങളിലും ഇന്നലെ പ്രത്യേക പൂജകൾ നടന്നു. മതേതരത്വമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സത്തയെന്നും മതവിശ്വാസം വ്യക്തിപരമായ കാര്യമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാ മതവിശ്വാസങ്ങൾക്കും ഇന്ത്യൻ ഭരണഘടന തുല്യ പരിഗണനയാണ് നൽകുന്നതെന്നും ഏതെങ്കിലും ഒരു മതത്തിനു മാത്രം മറ്റു മതങ്ങൾക്കുപരിയായ പരിഗണന നൽകാൻ പാടില്ലെന്നും അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പ്രതികരിച്ചു. വിശ്വാസത്തെ രാഷ്ട്രീയവുമായി ചേർത്തുവയ്ക്കുന്നത് ജനാധിപത്യത്തിന്റെ അന്തസത്തയെ ചോദ്യം ചെയ്യലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ പൊതുസമൂഹം ശ്രീരാമന് ഒപ്പമാണെന്നും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് സംസ്ഥാനത്ത് ലഭിച്ച ജനപങ്കാളിത്തം ഇത് വ്യക്തമാക്കുന്നതായും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AAR_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. 2024 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. വിവിധ മേഖലകളിൽ അസാധാരണ നേട്ടങ്ങൾ കൈവരിച്ച 19 കുട്ടികൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. പുരസ്കാര ജേതാക്കളെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. രാജ്യം സമസ്ത മേഖലകളിലും മുന്നോട്ടു പോവുകയാണെന്നും സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങൾ കുട്ടികൾ ഉപയോഗപ്പെടുത്തണമെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. എന്നാൽ സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗത്തെക്കുറിച്ച് പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും ശ്രീമതി മുർമു പറഞ്ഞു.
റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ ഇന്ന് ന്യൂഡൽഹിയിലെ കർത്തവ്യ പഥിൽ നടക്കും. രാവിലെ 10:30 വിജയ് ചൌക്കിൽ നിന്ന് ആരംഭിക്കുന്ന പരേഡ് റിഹേഴ്സൽ ചുവപ്പുകോട്ടയിലേക്ക് നീങ്ങും. പരേഡ് കഴിയുന്നതുവരെ വിജയ് ചൌക്കിൽ നിന്ന് ഇന്ത്യ ഗേറ്റിലേക്കുള്ള കർത്തവ്യ പഥിൽ ഗതാഗതം അനുവദിക്കില്ലെന്ന് ഡൽഹി പോലീസ് അറിയിച്ചു. ഡൽഹി മെട്രോ റെയിൽ സർവീസുകൾ പ്രവർത്തിക്കും. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ വെള്ളിയാഴ്ച നടക്കുന്ന പരേഡിൽ 26 നിശ്ചല ദൃശ്യങ്ങൾ അണിനിരക്കും. സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 16ഉം വിവിധ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നായി 10 നിശ്ചല ദൃശ്യങ്ങളാണ് പങ്കെടുക്കുക. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ഇക്കുറി പരേഡിൽ അണിനിരക്കുക. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്നതിനുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിലെ വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. 58 ദിവസം നീണ്ട തിരുവനന്തപുരം ജില്ലയിലെ പര്യടനത്തിന് ഇന്ന് സമാപനമാകും. നന്ദൻകോടാണ് ജില്ലയിലെ അവസാന പര്യടനം നടക്കുക. യാത്രയുടെ വയനാട് ജില്ലയിലെ പര്യടനം ഇന്നലെ സമാപിച്ചു. പത്തനംതിട്ട ജില്ലയിലെ നഗരപ്രദേശങ്ങളിലൂടെയുള്ള യാത്രയ്ക്ക് ഇന്നലെ തുടക്കമായി. ഇന്ന് പന്തളം നഗരസഭാ പരിധിയിൽ യാത്ര എത്തും. അന്താരാഷ്ട്ര സ്പോർട്സ് സമ്മിറ്റിന്റെ ഉദ്ഘാടനം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്പോർട്സ് ഹബ്ബിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. കേരളത്തിന്റെ കായിക വിഭവശേഷി ആഗോളതലത്തിൽ ഉയർത്താൻ ലക്ഷ്യമിട്ടാണ് സംസ്ഥാന സർക്കാർ സ്പോർട്സ് സമ്മിറ്റ് സംഘടിപ്പിക്കുന്നത്. 4 ദിവസം നീണ്ടുനിൽക്കുന്ന പരിപാടിയുടെ ഭാഗമായി സെമിനാറുകളും പ്രദർശനങ്ങളും ചലച്ചിത്രോത്സവവും നടക്കും. ഇതിനോടനുബന്ധിച്ച് ഇന്നലെ തിരുവനന്തപുരത്ത് മെഗാ വാക്കത്തോൺ കെ-വാക്ക് സംഘടിപ്പിച്ചു. 13ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് പുരോഗമിക്കുന്നു. റിഥമിക് ജിംനാസ്റ്റിക് വ്യക്തിഗത വിഭാഗത്തിൽ മഹാരാഷ്ട്രയുടെ സംയുക്ത കലെ സ്വർണം നേടി. ജമ്മുകാശ്മീരിലെ മുസ്കാന റാണ വെള്ളിയും ഹരിയാനയുടെ ലൈഫ് അഡ്ലഖ വെങ്കലവും സ്വന്തമാക്കി. സൈക്ലിംഗ് സ്പ്രിന്റ് ഇനത്തിൽ തമിഴ്നാടിന്റെ പെൺകുട്ടികളുടെ ടീം സ്വർണം നേടി. രാജസ്ഥാനും മഹാരാഷ്ട്രയും യഥാക്രമം വെള്ളിയും വെങ്കലവും കരസ്ഥമാക്കി. ആൺകുട്ടികളുടെ സൈക്ലിംഗ് സ്പ്രിന്റ് ഇനത്തിൽ കേരളം സ്വർണം നേടി. മഹാരാഷ്ട്ര, തമിഴ്നാട് ടീമുകൾക്കാണ് 2ഉം 3ഉം സ്ഥാനങ്ങൾ. ഈ മാസം 31 വരെ തമിഴ്നാട്ടിലെ ചെന്നൈ, മധുരൈ, ട്രിച്ചി, കോയമ്പത്തൂർ എന്നീ 4 നഗരങ്ങളിലായാണ് ഗെയിംസ് നടക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുന്നു. പടിഞ്ഞാറൻ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ഓരോ ദിവസവും തണുപ്പ് കൂടിവരികയാണെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. മേഖലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ താപനില 1.6 ഡിഗ്രി സെൽഷ്യസാണ്. രാജസ്ഥാനിലെ ഫത്തേപൂരിലാണ് കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത്. ചൈനയിലെ തെക്കൻ സിൻജിയാങ് മേഖലയിൽ കഴിഞ്ഞ രാത്രി 7.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. പിന്നാലെ ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും ഭൂകമ്പം അനുഭവപ്പെട്ടു. നേപ്പാൾ ചൈന അതിർത്തിക്ക് സമീപമാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ഇതുവരെ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വിദേശ വിദ്യാർത്ഥി പെർമിറ്റുകളിൽ കാനഡ 2 വർഷത്തേക്ക് പരിധി പ്രഖ്യാപിച്ചു. വിദേശ വിദ്യാർത്ഥികളുടെ റെക്കോർഡ് എണ്ണത്തിൽ പാർപ്പിട പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് വർക്ക് പെർമിറ്റ് നൽകുന്നത് നിർത്തുമെന്നും ഇമിഗ്രേഷൻ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. 2024 ഏകദേശം 3,60,000 അംഗീകൃത അനുമതികൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2023 നിന്ന് 35% കുറവാണിത്. ബഹുധ്രുവത്വവും പുനഃക്രമീകരണവും പ്രോത്സാഹിപ്പിക്കുകയും ലോകത്തെ സ്വാഭാവിക വൈവിധ്യത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരികയുമാണ് ഇന്നത്തെ ആഗോള അജണ്ടയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. നൈജീരിയ സന്ദർശനത്തിനിടെ ലാഗോസിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ അഫയേഴ്സിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ ജയശങ്കർ. അബുജയിൽ നടന്ന ഇന്ത്യ നൈജീരിയ ബിസിനസ് ഫോറത്തെയും വിദേശകാര്യമന്ത്രി അഭിസംബോധന ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിലെ നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയിൽ സെന്റർ ഫോർ എക്സലൻസ് ഇൻ ഡിജിറ്റൽ ഫോറൻസിക്കും ബിഹേവിയറൽ ഫോറൻസിക്കിനെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനവും ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര, ഗുജറാത്ത് നിയമമന്ത്രി ഋഷികേശ് പട്ടേൽ എന്നിവർ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് പരാക്രം ദിവസ്. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചരിത്ര മുഹൂർത്തമെന്ന് പ്രധാനമന്ത്രി. രാമക്ഷേത്രത്തിൽ ഇന്നു മുതൽ പൊതുജനങ്ങൾക്ക് ദർശനം. സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗത്തെക്കുറിച്ച് കുട്ടികൾ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 2024 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരങ്ങൾ രാഷ്ട്രപതി സമ്മാനിച്ചു. കേന്ദ്ര വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ പര്യടനം തുടരുന്നു. കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സ്പോർട്സ് സമ്മിറ്റിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.